ഓസ്ട്രിയ എന്ന രാജ്യത്തെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു ഇന്നലെ ഗ്രാസിലെ സ്കൂളിൽ നടന്ന കൂട്ടക്കൊല. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ വെടിവെയ്പ്പ് നടത്തിയ അക്രമി അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പിന്നീട് വന്നിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇയാളെ ഈ സ്കൂളിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ തോക്കുമായി കൊലവിളി നടത്തിയത്. ഇയാൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മറ്റുള്ള കുട്ടികളാൽ അപമാനിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്നത്തെ ആ അപമാനമാണ് അയാളെ പ്രകോപിതനാക്കിയതെന്ന് കരുതപ്പെടുന്നു. ഇയാളുടെ ആക്രമണത്തിൽ ഇപ്പോൾ ആ സ്കൂളിലെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. 21 വയസ്സുള്ള അക്രമി ഒരു പിസ്റ്റളും ചെറിയ തോക്കുമായിട്ടാണ് സ്കൂളിലേക്ക് വന്നത്. 2 തോക്കുകൾക്കും അയാളുടെ പേരിൽ തന്നെ ലൈസൻസും ഉണ്ടായിരുന്നു. ഇയാൾ വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പല വിദ്യാർത്ഥികളും മരിച്ചതായി അഭിനയിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജീവൻ തിരികെ കിട്ടിയെന്നും പറയുന്നു. മറ്റു ചില കുട്ടികൾ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇയാളുടെ വെടിയേറ്റ് മരിച്ചവരിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. 9 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. മറ്റൊരാൾ ആശുപത്രിയിൽ വെച്ചാണ് രാത്രി മരിച്ചത്. ഒടുവിൽ ആർതർ എ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അക്രമി സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. താൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്രൂരമായി അപമാനിക്കപ്പെട്ടതായി ആ കുറിപ്പിൽ ഇയാൾ പറയുന്നുണ്ട്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരു വീഡിയോ ചെയ്തതായും റിപ്പോർട്ടുണ്ട്. പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണിലെയും കമ്പ്യൂട്ടറിലെയും വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ്. ഈ അരും കൊലയെ തുടർന്ന് ഓസ്ട്രിയയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കർ സ്കൂൾ സന്ദർശിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് സംഭവം നടന്നത്. തുടർന്ന് 300ഓളം പോലീസുകാരും സേനാംഗങ്ങളും സ്കൂളിലേക്ക് പാഞ്ഞു വന്നു. 65 ആംബുലൻസുകൾ, 2 എയർ ആംബുലൻസുകൾ, 158 പാരാമെഡിക്കുകൾ എന്നിവ ഉൾപ്പെടുന്ന അടിയന്തര സംവിധാനമാണ് സ്കൂളിന് വേണ്ടി ഏർപ്പെടുത്തിയത്. ഈ ആക്രമണം സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ അവരുടെ മൊബൈൽ ഫോണുകളിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞതോടെ പലരുടെയും മാതാപിതാക്കൾ സ്കൂളിലേക്ക് ഓടിയെത്തി. കുറേ സമയത്തേക്ക് ആ പ്രദേശമാകെ പരിഭ്രാന്തിയിലായിരുന്നു. അക്രമിയുടെ മരണത്തോടെയാണ് രംഗം തെല്ലൊന്ന് ശാന്തമായത്. ഈ ആക്രമണത്തിൽ 28 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരവുമാണ്. 7 പേരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഇതേപോലെ സ്കൂൾ കാലഘട്ടത്തിൽ അപമാനിക്കപ്പെട്ട ശേഷം പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്ന ഒരാളുടെ കഥ പറഞ്ഞ ചിത്രമാണ് രാക്ഷസൻ എന്ന തമിഴ് ചിത്രം. ചിത്രത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് സൈക്കോ വില്ലനായെത്തിയ ക്രിസ്റ്റഫറാണ്. ഒറ്റ സംഭാഷണം പോലുമില്ലാതെ പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താൻ ക്രിസ്റ്റഫർ എന്ന വില്ലന് കഴിഞ്ഞിരുന്നു. പ്രേക്ഷകരെ അത്രത്തോളം ഭയപ്പെടുത്തിയ ക്രിസ്റ്റഫർ പക്ഷേ ഒരു സാങ്കല്പിക കഥാപാത്രം അല്ലെന്നാണ് അന്ന് സംവിധായകൻ രാംകുമാർ പറഞ്ഞത്. ഒരു യഥാർത്ഥ കൊലയാളിയുടെ ജീവിതത്തെയാണ് താൻ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാനസിക വൈകല്യമുള്ള ഒരു കൊലയാളിയെയും ഒരു സ്ത്രീയെയും കുറിച്ചുള്ള ഒരു ലേഖനം വായിച്ചതാണ് ഈ സിനിമയ്ക്കുള്ള പ്രചോദനമെന്നാണ് രാംകുമാർ പറഞ്ഞത്. ആ ക്രിസ്റ്റഫർ എന്ന വില്ലൻ്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഓസ്ട്രിയയിൽ നമ്മൾ കണ്ട ആർതർ എന്ന സൈക്കോ കില്ലർ.